ഒരാൾക്ക് ഒരു ബൈക്കിന്റെ EMI ഉണ്ട്, ഒരു ഹൗസിംഗ് ലോൺ ഉണ്ട്, ഫോണിന്റെ ഒരു EMI ഉണ്ടെന്ന് വിചാരിക്കുക. പെട്ടെന്നൊരു ദിവസം ആ ആള് മരിച്ചു പോവാണ്. അപ്പോ ഈ ലോൺസ് എല്ലാം ആരടയ്ക്കും? ഇനി വേറെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫോൺ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഇൻഷുറൻസ് ആഡ് ചെയ്യും അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ബൈക്കിന് ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ലൈഫിനും വേണ്ടേ ഒരു ഇൻഷുറൻസ്? ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഹെൽത്ത് ഇൻഷുറൻസും LICയും ഇൻവെസ്റ്റ്മെന്റ്സും റിട്ടേൺസും ഒക്കെ ആയിരിക്കും വരിക. അവിടെയാണ് നമ്മൾ ടേം ഇൻഷുറൻസ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു മാസം ഞാൻ ഒരു ചെറിയ എമൗണ്ട്, 500, 700 അല്ലെങ്കിൽ 800, ആ ഒരു റേഞ്ചിലുള്ള ഒരു ചെറിയ എമൗണ്ട് ഒരു മാസം ഞാൻ ടേം ഇൻഷുറൻസിൽ അടയ്ക്കുകയാണ്. ഒരു ദിവസം ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ ഫാമിലിക്ക് ഒരു ലംസം എമൗണ്ട് കിട്ടും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 1 കോടി രൂപ. നമ്മൾ ഏത് ടേം ഇൻഷുറൻസ് എത്ര കാലത്തേക്ക് എടുക്കുകയാണോ അതനുസരിച്ച്. ഇവിടെ മെച്യൂരിറ്റിയോ റിട്ടേണോ ഒന്നുമല്ല, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, പ്രൊട്ടക്ഷൻ ആണ്. അതാണ് ടേം ഇൻഷുറൻസ്, ഇതിന്റെ ഏറ്റവും എളുപ്പത്തിലുള്ള എക്സ്പ്ലനേഷൻ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാം, മരിച്ചു കഴിഞ്ഞാൽ ഫാമിലിക്ക് ഇത്ര കിട്ടും, അപ്പൊ എങ്ങനെ മരിക്കണമെന്നോ ഏതെങ്കിലും പ്രത്യേക രീതിയിൽ മരിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതില് കവറായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള എല്ലാം, ഒരു നാച്ചുറൽ ഡെത്ത്, ഇനി ഒരു പാൻഡമിക് വന്ന് മരിക്കുന്നു, ഇനി അതല്ല ഒരു ആക്സിഡന്റ് വന്ന് മരിക്കുന്നു, ഇതൊക്കെ കവേർഡ് ആണ്. ഇനി എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്തിട്ടാണ് നമ്മൾ മരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസിലെ പോലെ തന്നെ നമ്മളെ ചില ഹെൽത്ത് കണ്ടീഷൻസ് മറച്ചു വയ്ക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെ എന്തെങ്കിലും വ്യത്യാസം വരുള്ളൂ, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള എല്ലാം കവേർഡ് ആണ്. നമുക്ക് വേണമെങ്കിൽ അപ്പൊ ആലോചിക്കാം, എന്താണ് ഇത്ര ചെറിയ എമൗണ്ട്? കാരണം ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഒരു റിസ്ക് കവറാണ്. ആർക്കാണ് ഇത് ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു 20-30 വയസ്സിലൊക്കെ ഉള്ള ഒരാളാണ്, 30കളിലോ 20കളിലൊക്കെ നമുക്ക് ഡിപ്പെൻഡൻസ് ഉണ്ട്, നമ്മുടെ ഫാമിലി ഉണ്ട്, നമുക്ക് ലോണൊക്കെ ഉണ്ടെങ്കിൽ ഇതെടുത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് എന്തെങ്കിലും പറ്റിയാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും, ഫാമിലിയും ട്രബിളിലാവൂല. ഇനി അതല്ല, സിംഗിൾ ആയിട്ടുള്ള ഒരാളാണ്, ഡിപ്പെൻഡൻസ് ഒന്നുമില്ല, ലോൺസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യവുമില്ല. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് അല്ല, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഇതിൽ റിട്ടേൺ ഒന്നുമില്ല. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ആ പൈസ ഫാമിലിക്ക് കിട്ടുള്ളൂ. അപ്പൊ മാസം ഒരു 500 ഇട്ടിട്ട് നമുക്ക് അങ്ങനെ ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടുമെങ്കിൽ അതൊരു നല്ല ഡീലല്ലേ?